ഹായ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് മൈൻഡ് റീപ്രോഗ്രാമിംഗ് ചെയ്താൽ ജീവിതം രക്ഷപ്പെടുമോ? ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ്. ഇതിൽ പല കാര്യങ്ങളും നമ്മളുടെ നിത്യജീവിതത്തിൽ ചെയ്യേണ്ടതും എന്നാൽ ചില കാര്യങ്ങൾ ജീവിതത്തിൽ മാറ്റിവെക്കേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചാണ് വിശദമായി പറയുന്നത്. ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണുക. ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ കഴിഞ്ഞ വീഡിയോകൾ പോയി കാണുക. അതിലൊരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് ഈ വീഡിയോ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് കാര്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോന് മുന്നുള്ള വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമാണ് അത് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഓരോ മനുഷ്യനെ കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾ എന്നൊരു വ്യക്തിയെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുക. ആദ്യം നിങ്ങൾ എന്ന വ്യക്തിയുടെ ഒരു മനസ്സിൽ ഒരു ചിന്ത ഉടലെടുക്കുന്നത് എവിടുന്ന് മുതലാണ് ആരംഭിക്കുന്നത്? ഒരു ഉദാഹരണത്തിന്, ഒരു കുട്ടി ജനിക്കുമ്പോൾ ആ കുട്ടിക്ക് ഒരു ചിന്തിക്കാനുള്ള ബോധം എവിടുന്നാണ് ഉണ്ടാകുന്നത്? അല്ലെങ്കിൽ ആ ചുറ്റുപാടിൽ നിന്ന് കിട്ടുന്ന അറിവുകളാണ് പിന്നെ നമുക്ക് ബോധമായി മാറുന്നത്. ആ ബോധത്തെ ചിലപ്പോൾ ആളുകൾ പല രീതിയിൽ ചിത്രീകരിക്കാറുണ്ടെങ്കിലും ഇപ്പൊ ചിലർക്ക് ബോധമില്ലാന്നൊക്കെ പറഞ്ഞു വെക്കാറുണ്ട്. അപ്പോൾ ആ ചില സമയങ്ങളിൽ നമ്മൾ ചിന്തിക്കുന്ന പല വിഷയങ്ങളും അതുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആ സാഹചര്യത്തിനനുസരിച്ചിട്ടാണ് മറ്റുള്ളവർ നമ്മളെ വിലയിരുത്തുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യങ്ങൾ വരുന്ന ലൈഫിലേക്ക് വരുന്ന ഇമാജിനേഷൻ ആയിക്കോട്ടെ, ചുറ്റുപാട് നിൽക്കുന്ന അറിവുകളും ആയിക്കോട്ടെ, അത് എന്ത് തന്നെയാണെങ്കിലും നമുക്ക് ചെറുപ്പം മുതൽക്ക് കിട്ടുന്ന അറിവുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആ അറിവിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നമ്മുടെ അനുഭവങ്ങൾ വരുന്നത്, നമ്മുടെ പെരുമാറ്റങ്ങൾ വരുന്നത്, നമ്മൾ ഓരോ വ്യക്തിയെ കാണുമ്പോൾ സംസാരിക്കുന്ന നമ്മുടെ പല കാര്യങ്ങളും വരുന്ന അങ്ങനെയാണ്. അപ്പോൾ ഒരു വ്യക്തിയെ നമ്മൾ ഒരു രീതിയിൽ കാഴ്ചപ്പാടിനനുസരിച്ച ഒരു വ്യക്തിയിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് സാധിക്കില്ല. പക്ഷെ നമ്മൾക്ക് മാറ്റങ്ങൾ വരുത്താൻ, നമ്മളിൽ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. പല ആളുകളും തീരുമാനങ്ങൾ എടുക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ന്യൂ ഇയർ ദിവസങ്ങളിലൊക്കെയാണ്. ഡിസംബർ 31-ാം തീയതി, 29-ാം തീയതി, 28-ാം തീയതി ആകുമ്പോൾ തീരുമാനങ്ങൾ എടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങും. 1-ാം തീയതി മുതൽ നമ്മൾ ഇങ്ങനെ ആയിരിക്കണം. അത് കഴിഞ്ഞൊരു 7 ദിവസം, 14 ദിവസം, ചിലപ്പോൾ 1 മാസം, 2 മാസം കഴിഞ്ഞേക്കാം. ചിലവരൊക്കെ ഭൂരിഭാഗം ചിലവരൊക്കെ 2 മാസം എത്താറുള്ളൂ. അങ്ങനെ എത്തുന്ന ആളുകൾ അതും ഡ്രോപ്പ് ചെയ്ത് വീണ്ടും പഴയ ലൈഫ് സ്റ്റൈലിലേക്ക് മാറുന്നതാണ്. അപ്പോൾ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുന്നേ നമ്മുടെ മനസ്സിനുള്ളിൽ നമ്മളെ കുറിച്ചുള്ള ഒരു ഇമാജിനേഷൻ ഉണ്ടാക്കുന്നതിനെയാണ് മൈൻഡ് റീപ്രോഗ്രാമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ പല രീതിയിൽ നമുക്ക് മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാം. അതിൽ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന 1-2 മെത്തേഡുകളാണ് പറഞ്ഞു തരാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ മൈൻഡ് റീപ്രോഗ്രാം ഒക്കെ ചെയ്യേണ്ടത് വേറൊരാളുടെ സഹായം, ഹിപ്നോട്ടിസ്റ്റോ ഹിപ്നോതെറാപ്പിസ്റ്റോ അല്ലെങ്കിൽ കൗൺസിലറുടെ ഒക്കെ സഹായത്തോടു കൂടി ചെയ്യാനായിട്ട് ബെറ്റർ. പക്ഷേ നിങ്ങൾ വീട്ടിലിരുന്നൊക്കെ സേഫ് ആയിട്ട് നിങ്ങളുടെ മൈൻഡ് സെറ്റിനെ ക്രിയേറ്റ് ചെയ്ത് മാറ്റങ്ങൾ, മൊഡ്യൂൾ ചെയ്ത് മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന കുറച്ച് ടെക്നിക്കുകളാണ്. അതിൽ ആദ്യത്തെ ഒന്ന് എന്ന് പറയുന്നത്, നിങ്ങൾ രാവിലെ നേരത്തെ എഴുന്നേൽക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഷുഗർ കട്ട് ചെയ്യുക. നിങ്ങൾ ഏറ്റവും കൂടുതൽ മധുരം ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു മധുരം കട്ട് ചെയ്യാൻ വേണ്ടി ശീലിക്കുക എന്നുള്ള ഈ 2 കാര്യങ്ങളും ഏകദേശം ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ബോഡി ഫിറ്റ്നസ് കാര്യങ്ങൾ, ബാക്കിയുള്ള രീതിയിൽ ചിന്താഗതികളൊക്കെ ഓൾറെഡി മാറ്റങ്ങൾ വരും. പിന്നീടുള്ളത് എന്ന് പറയുന്നത്, നമ്മൾ രാവിലെ മോർണിംഗ് എണീക്കുമ്പോൾ നമ്മൾക്ക് എന്താണ് വിഷൻ അല്ലെങ്കിൽ മിഷൻ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്ത് കാര്യമായിക്കോട്ടെ, അത് ഇന്ന ഒരു പ്രത്യേക പർട്ടിക്കുലർ റീസൺ ആയി, അങ്ങനെ പ്രത്യേക ഒരു റീസൺ ആയിട്ട് നമ്മൾ പറയുന്നില്ല. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മളൊരു പേപ്പറിലോ ബുക്കിലോ എഴുതി അതിന് പറ്റുന്ന ആ ഒരു വഴിയിലേക്ക് നമ്മൾ എത്തിപ്പെടാൻ അനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സജഷനുകൾ എഴുതുക. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു ബെൻസ് കാറ് വാങ്ങണം എന്നാണെന്ന് വിചാരിക്കാം. അപ്പോൾ ബെൻസ് കാറ് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം ഇൻകം വേണം, അതിന് സാഹചര്യങ്ങൾ വേണം, പിന്നെ അതിനനുയോജ്യമായിട്ടുള്ള ചുറ്റുപാടുകൾ പല രീതിയിലേക്ക് നമുക്ക് അനുയോജ്യമായ രീതിയിലേക്ക് മാറണം. അപ്പോൾ നമ്മൾ അങ്ങനത്തെ സജഷനുകളാണ് എഴുതുന്നത്. അപ്പോൾ എനിക്ക് ഓൾറെഡി എൻ്റെ ചുറ്റുപാടുകൾ എന്ന് എനിക്കൊരു ബെൻസ് കാർ വാങ്ങാൻ അനുയോജ്യമായ സാഹചര്യമാണ്, ഞാൻ എൻ്റെ ബെൻസ് കാർ സ്വന്തമാക്കിയിരിക്കുന്നു. അങ്ങനെ ആ കാറ് നമുക്ക് കിട്ടിക്കഴിയുമ്പോഴുള്ള ചുറ്റുപാടുകൾ എന്താണോ അതായിരിക്കണം നമ്മൾ സജഷൻ എഴുതേണ്ടത്. ഇത്രയും കാര്യങ്ങൾ, അത് നിങ്ങളുടെ ഡ്രീം എന്താണോ അതിന് അനുയോജ്യമായിട്ട് ഒരു ജസ്റ്റ് ഉദാഹരണം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെ ഡെയിലി നമ്മൾ മോർണിംഗ് എഴുന്നേൽക്കുന്നു, ഒരു ഗ്ലാസ് നല്ല തണുത്ത വെള്ളം കുടിക്കുന്നു. തണുത്ത വെള്ളം നല്ല ഫ്രിഡ്ജിൽ വെച്ച വെള്ളമല്ല, തിളപ്പിച്ചാറേ വെള്ളം രാവിലെ കുടിക്കുന്നു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? സജഷൻസ് വായിക്കുന്നു. വിഷൻ ബോർഡ് ഉണ്ടെങ്കിൽ വിഷൻ ബോർഡ് കാണുന്നു. നമ്മൾ ഷുഗർ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷുഗർ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള നമ്മളെ ഹെൽത്തി ബോഡി മാറുന്നു. പിന്നെ അതിനനുസരിച്ചുള്ള നമ്മുടെ സാഹചര്യങ്ങൾ മാറുന്നു, പുറത്തിറങ്ങുന്ന സാഹചര്യങ്ങൾ മാറുന്നു. നമ്മൾ കാണുന്ന വാഹനങ്ങൾ ചിലപ്പോൾ അത്തരത്തിലുള്ള വാഹനങ്ങളായിരിക്കാം കൂടുതൽ ഫോക്കസ് നമുക്ക് പോകുന്നത്. നമ്മുടെ മൈൻഡ് ടോട്ടലി ആ ഒരു വിഷന് വേണ്ടിയിട്ട്, ആ ഒരു കാഴ്ചയ്ക്ക് വേണ്ടി നമ്മൾ മനസ്സിൽ കണ്ടിട്ടുള്ള അതിനെ റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നമ്മുടെ സാഹചര്യങ്ങൾ, നമ്മുടെ സുഹൃത്തുക്കള്, നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങൾ എല്ലാം അതിന് അനുയോജ്യമായ രീതിയിലേക്ക് മാറും. അങ്ങനെ മാറുന്ന സമയത്ത് നമ്മുടെ ഡ്രീമിലേക്ക് നമ്മൾ പെട്ടെന്ന് എത്താൻ നമുക്ക് സാധിക്കും. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്താണ് ആഗ്രഹിക്കുന്നത്,
അതിന് അനുയോജ്യമായ രീതിയിലേക്ക് നമ്മൾ മൈൻഡ് റീപ്രോഗ്രാം ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ റീപ്രോഗ്രാം ചെയ്യുമ്പോൾ അത് യഥാർത്ഥ എഫക്റ്റീവായ രീതിയിലൊക്കെയാണ് റീപ്രോഗ്രാം നമ്മൾ ചെയ്യുന്നത്. കറക്റ്റായി കണ്ടിന്യൂസ് ആയിട്ട് ഒരു 21-41 ദിവസം നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈല് മൊത്തത്തിൽ നമ്മൾ ഡ്രീം കണ്ട ലെവലിലേക്ക് മാറുന്നതാണ്. അപ്പൊ സത്യത്തിൽ ഒരു മൈൻഡ് റീപ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഒരാളുടെ ലൈഫ് ടോട്ടലി ചേഞ്ച് ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ആ ചിന്താഗതിയിൽ വരുന്ന നമ്മൾ പിന്നീട് ഇതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. പോസിറ്റീവായിട്ടുള്ള വീഡിയോസ് നമ്മൾ കാണാം, യൂട്യൂബും ബാക്കിയുള്ള എവിടെയാണ് നമ്മൾ വാർത്തകളൊക്കെ വായിക്കുമ്പോൾ നമ്മൾക്ക് അനുയോജ്യമായിട്ടുള്ള പോസിറ്റീവ് വാർത്തകൾ കാണാൻ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ കാര്യം എന്ന് പറയുന്നത്. പല ആളുകളുടെ ലൈഫിൽ ഈ ഒരു പ്രശ്നം പറഞ്ഞ് ആഗ്രഹിച്ച് പല കാര്യങ്ങളും നേടിയെടുക്കാൻ വളരെ പെട്ടെന്ന് നടക്കാറുണ്ട്. വീൽ ഓഫ് അട്രാക്ഷൻ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ സജഷനുകൾ ഉപയോഗിച്ചുകൊണ്ട് മൈൻഡ് റീപ്രോഗ്രാം ചെയ്തുകൊണ്ട് തന്നെ. എന്നാൽ ചിലവരുടെ ജീവിതത്തിൽ അവരത് ചെയ്യുന്നതിനൊപ്പം അതിന് മനസ്സിന് പാടില്ലാത്തതും അതിന് ഇറിറ്റേഷൻ ഫീൽ ചെയ്യിക്കുന്നതുമായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള തോട്ടുകൾ, നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ കേൾക്കുക, നെഗറ്റീവായ വിഷൻ, അതായത് ഇമാജുകൾ കാണുക. അതിപ്പോൾ വീഡിയോ ആയിരിക്കാം, സിനിമ ആയിരിക്കാം, മൂവി ആയിരിക്കാം, സുഹൃത്തുക്കളായിരിക്കാം, നെഗറ്റീവായിട്ട് തോട്ടുകളായിരിക്കാം. എന്ത് തന്നെയായാലും നമ്മൾ ഒരിക്കലും അവിടുന്ന് ഇങ്ങനത്തെ നെഗറ്റീവ് ഭാഗങ്ങൾ നമ്മൾ സ്കിപ്പ് ചെയ്ത് പോസിറ്റീവായിട്ടുള്ള അനുയോജ്യമായിട്ടുള്ള സാഹചര്യങ്ങളിലേക്ക് മനസ്സിനെ കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എന്തുകൊണ്ട് ഇത്തരം രീതിയിലുള്ള സജഷനുകൾ കൊടുക്കുമ്പോൾ പോസിറ്റീവായി മാറുന്നു, എന്നാൽ ചിലവർക്ക് അത് നെഗറ്റീവായി മാറാനുള്ള റീസൺ എന്താണ് എന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടായിരിക്കും. മനസ്സ് എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളോട് മാത്രം നമ്മൾ വിഷനും മിഷനും ഒക്കെ കാണാതെ, അതായത് കാഴ്ചകൾ കാണുമ്പോൾ, കേൾവി കേൾക്കുമ്പോൾ ഒക്കെ പോസിറ്റീവ് രീതിയിലേക്ക് മാറുമ്പോൾ മാത്രമാണ് നമ്മുടെ മനസ്സിലുള്ള മാറ്റങ്ങൾ നമ്മുടെ മനസ്സ് അംഗീകരിക്കുള്ളൂ, നമ്മുടെ ചുറ്റുപാടുകൾ അംഗീകരിക്കുള്ളൂ, നമുക്കുള്ള സാഹചര്യങ്ങൾ തന്നെ അനുയോജ്യമായ രീതിയിൽ മാറുള്ളൂ. നമ്മളവിടെ ക്വിറ്റ് ചെയ്യരുത്, അതിന് കണ്ടിന്യൂ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഞാൻ പറയുന്നത്, നിങ്ങളെ മാക്സിമം ഒരു 3 month നിങ്ങൾക്ക് വേണ്ടി ഒരു 5-10 മിനിറ്റ് മോർണിംഗും ഈവനിങ്ങും മാറ്റിവെക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് വേറെ ലെവലിലേക്ക് മാറും. അതിനൊരു സംശയവുമില്ല. മൈൻഡിനെ നമുക്ക് തന്നെ സ്വയം റീപ്രോഗ്രാം ചെയ്യാൻ സാധിക്കും. സെൽഫ് ഹിപ്നോസിസ് എന്ന് പറയുന്ന രീതിയിൽ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതും അതിൽ വരുന്ന ചെറിയൊരു ടെക്നിക്കാണ്. ഇത് നിങ്ങളൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് എങ്ങനെയൊക്കെ മാനിഫെസ്റ്റേഷൻ വളരെ പെട്ടെന്നാക്കി മാറ്റാൻ പറ്റും, നമ്മുടെ സാഹചര്യങ്ങൾ എങ്ങനെ മാറ്റാൻ പറ്റും, ബാക്കിയുള്ള ആളുകളെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, വിഷയങ്ങളെ കുറിച്ചിട്ടൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അതുവരെ ബൈ.